നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാ ദിവസവും എന്നാണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്ന കേട്ടാൽ തോന്നും എല്ലാ ദിവസവും എനിക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. അന്ന ചെയ്യാൻ സുഖമാണെന്നൊക്കെ പറഞ്ഞൊരു റിപ്ലൈ ഇട്ടൂടെ? ആ സുഖമാണ്, വിദ്യക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു ഇട്ടേരെ. നമുക്കേ ഇന്ന് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ബഡ്ജറ്റ് റേറ്റിലുള്ള സെമി സിൽക്ക് സാരി, സോഫ്റ്റ് സിൽക്കാണ്. ഈ സാരി കണ്ടു കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ഇത് മടക്കി വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളോർക്കും ഭയങ്കര കനം ഒക്കെ കൂടുതലാണ്. അങ്ങനെയല്ല കേട്ടോ, സോഫ്റ്റാണ്, പക്ക പാർട്ടി വെയർ ആണ്. എന്തോ ഇതാണ് സാരി. ഇത് ഇപ്പം ഇതിൻ്റെ കളറ് പറയുകയാണെങ്കിൽ ഇതേ കൂടെ ഒരു ചെറിയ ലൈറ്റ് കോപ്പർ ഡിസൈൻ പോകുന്നുണ്ട്. പിന്നെ ലെമൺ യെല്ലോയാണ്. സൈഡിൽ ഒരു ബ്രിക്കിൻ്റെ ഒരു കളറ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പീച്ചെന്നോ ബ്രിക്ക് കളർന്നോ അങ്ങനെയൊക്കെ പറയാം. മുന്താണി വന്നിട്ട് ഇതേ പീച്ച്. ഇപ്പോൾ വരുന്ന സാരികളെല്ലാം അങ്ങനെയാണ്. അതെനിക്ക് തോന്നുന്നു ട്രെൻഡാക്കുമായിരിക്കാം. ഇതിപ്പം സൂറത്തിൽ നിന്നൊക്കെ വരുന്ന സാരികളാണ്. അപ്പം അവർ ട്രെൻഡാക്കുന്നതായിരിക്കാവേ മാനുഫാക്ചേഴ്സേ. ഈ ഒരു ചെറിയ വേറൊരു കളറ്, ചെറിയ ആ ഇതുമായിട്ടൊരു ബന്ധം അത്ര ഇല്ലാത്ത എന്നാൽ തികച്ചും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുന്താണിയുടെ കളർ കൊടുക്കുന്നത്. ഇത് കണ്ടോ, മുന്താണിക്ക് ഇവിടെ എവിടെയോട്ട് വരുമ്പോൾ ഈ ഒരു ചില്ലി റെഡ് വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മോഡൽ സാരി കാണിച്ചതാ. ഇത് മുന്താണി. ബ്ലൗസ് ഇത്ര തന്നെയാണ്, ബ്രൊക്കേഡ് ബ്ലൗസ്. കണ്ടോ, ഇതാണ് ബ്ലൗസ്. ബ്ലൗസേ വരുമ്പോൾ ചില്ലി റെഡാണ് ബോർഡറിന് നല്ല വീതിയുണ്ട് ബ്ലൗസിൻ്റെ. അത് അത്രയും വീതി വേണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചാൽ മതി. ബഡ്ജറ്റ് റേറ്റ് അല്ലേ ഉള്ളൂ. ബഡ്ജറ്റ് റേറ്റിന് നമുക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഫങ്ഷൻ വെയർ സാരി, വീട്ടിൽ കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ പാർട്ടികളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഒത്തിരി പേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുമല്ലോ. മാമിമാർക്കും എന്നാ പറയുന്നത്, ചിറ്റമാർക്കും മേമമാർക്കും അല്ലേ. എന്നാ കേട്ടിട്ടില്ലേ? കേൾക്കാതെ എൻ്റെ കുറ്റമല്ല. ഇത് സാൻഡൽ ഷെയ്ഡ്, ചന്ദന കളറ്. അത് ഇതെല്ലാത്തിനും ഒരേ ബോർഡറാണോ? അല്ല, ഇതിൻ്റെ ബോർഡറും നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് കളറാണോ കിട്ടുന്നത്? സാൻഡൽ ഷെയ്ഡ് എന്ന് പറയാവേ, ചന്ദന കളറാണ്. അതിൻ്റെ കൂടെ ഒരു സെൽഫ് ഡിസൈൻ പോകുന്നുണ്ട്, അതാണ് വേറൊരു കളറും കൂടെ ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്താണിക്ക് പീച്ചല്ല, ഇതിൻ്റെ മുന്താണിക്ക് ഒനിയൻ പിങ്ക് കളറാണ്. ഉണ്ടോ? അത് നമ്മളെപ്പോഴും കണ്ടുമടുത്ത കോമ്പിനേഷൻസ് വെക്കാതെ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. അതാണ് അങ്ങനെ വേറൊരു ഇത് വരുന്നത്. നമ്മളെപ്പോഴും ഇപ്പം മഞ്ഞയും പച്ചയും, മച്ചയും മജന്തായും, നീലയും മജന്തായും അങ്ങനെയൊക്കെ ഒത്തിരി കണ്ട് മടുത്ത കോമ്പിനേഷൻസ് ചെയ്യുന്ന ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടി ബ്ലൗസ് ഇതേണ്ട. ഇത് ആ ഒനിയൻ കളർ തന്നെ ബ്ലൗസ്. ഇത് പിടിച്ചോണ്ട് നിൽക്കുകയാണോ? ഇടയ്ക്ക് പോസ് ചെയ്യും. ഞാനത് മടക്കുന്ന എന്തിനാ ചൊണ്ടിരിക്കുന്നത്? ഇതാ അടുത്തതില്ലേ നല്ലൊരു പേസ്റ്റൽ പൗഡർ ബ്ലൂ. അതെന്നാ ബ്ലൂ ആ വിദ്യ എന്ന് ചോദിക്കരുത്. നല്ലൊരു ബ്ലൂവാ, ഒരു എന്നാ ബ്ലൂവാ, നല്ലൊരു സൂപ്പർ ബ്ലൂ ആട്ടോ. നല്ല പേസ്റ്റൽ ചാട്ടെന്ന് കൂട്ടിയാൽ മതി. അതിൻ്റെ അറ്റത്ത് നല്ല ചില്ലി റെഡ് ബോർഡർ. നോക്ക് നിങ്ങൾ, എന്ത് രസമാണ് ഈ സാരി. ഭയങ്കര സോഫ്റ്റ് ആട്ടോ, സോഫ്റ്റ് സിൽക്കാണ്. ഇതിങ്ങനെ മടക്കി പല ലെയറിലായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ സാധനം, കനം. ഞാനും ഇത് ആദ്യം മടക്കി കണ്ടെന്ന് വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറയും, അയ്യോ ഇത് ചാക്ക് പോലെ ഇരിക്കുന്നു, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പിടിക്ക് ഇങ്ങനെയുണ്ട്. അവർക്കൊരു ഇതുണ്ട്, രീതിയാണ്. തൊട് മേഡം തൊട്ടേ, ഇങ്ങനെ തൊട്ട് തൊടിപ്പിക്കുമ്പോൾ ശരിയാട്ടോ, ഭയങ്കര കൂളിങ്. ഇതാണ് മുന്താണി, മുമ്പേ കണ്ട അതേ മുന്താണിയുടെ ഡിസൈൻ ഏകദേശം എല്ലാത്തിനും ഒന്ന് തന്നെ. ബ്രൊക്കേഡ് ബ്ലൗസ്. ഇത് വരും ബ്ലൗസ്. കണ്ടോ, നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. ആ പേസ്റ്റൽ ചാർട്ട് നിങ്ങൾക്ക് ഏത് കളർ ടോൺ ആണെങ്കിലും കളർ തോന്നിപ്പിക്കും. കളറുള്ളവർക്ക് എടുത്തു തോന്നിപ്പിക്കും. ബ്ലൂ കണ്ടോ, നല്ല ബ്ലൂവിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ്റെ ഷെയ്ഡും
വയലറ്റ് ഷെയ്ഡും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള മെറൂണും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ബ്ലൂവിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്നത്. ഒരു സാരി എങ്കിലും ഒന്ന് ശരീരത്ത് വെച്ച് കാണിച്ചാലല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. നോക്ക്, നിങ്ങൾ നോക്ക്, ഈ സാരി കണ്ടു കഴിഞ്ഞാൽ എത്രയായതിന് 1290 അങ്ങനെ ഏതാണ്ട് ഒരു റേറ്റാണ്. നമ്മൾ പഴയ കാലത്തെ കാര്യങ്ങൾ പറിച്ചത് എനിക്ക് ഇച്ചിരി കൂടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മളീ കാഞ്ചീപുരം സാരി അങ്ങനത്തെ സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ ചെറുതലെ പ്രായത്തിൽ ഇങ്ങനത്തെ സാരിക്കൊക്കെ ഭയങ്കര വിലയുള്ള സാരികളെന്നാണ്, ഇതുപോലെ ബോർഡറൊക്കെ ഉള്ള സാരികൾ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ അതൊക്കെ മാറി അല്ലേ, ബനാറസി, കാഞ്ചീപുരം, അതൊക്കെ അതിൻ്റെ എല്ലാം കുറഞ്ഞത് ഈ ഒരു റേറ്റിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമില്ലേ അല്ലേ? മതിയെന്നാ കഥ മതിയെന്ന് എന്നോട് കാണിക്കരുതെന്നെ. മതി 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 മതി. ഇതാ മുന്താണിയെ, ബ്ലൗസ് ബ്രൊക്കേഡ്. ഇതാണ് ബ്ലൗസിൻ്റെ പാർട്ട്. ബ്ലൗസിൻ്റെ മുന്താണിയുടെ അറ്റത്തേക്കാണ് ബ്ലൗസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വിവരമുള്ള ആരാണ്ടാണ് ഫോൾഡിങ് ചെയ്തിരിക്കുന്നത്, മനുഷ്യനെ കഷ്ടപ്പെടുത്തത്തില്ല. ഇതാ നല്ല പേസ്റ്റൽ ലാവണ്ടർ വിത്ത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്. സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ. നല്ല രസമല്ലേ? കണ്ടോ? ഇതൊക്കെ എന്നെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യെന്ന് തോന്നുന്നുണ്ടോ? ഇത് കംഫർട്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ആരും കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ എന്തോരം കാണിച്ചാലും കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇതേ മുന്താണി, ബ്ലൗസ്. മുന്താണിയുടെ കളർ ഒരു ലൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഇവിടെ ബോർഡറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഡാർക്കും ചില്ലി മെറൂണ് ഒരു പോലത്തെ ഒരു കളറും ഒനിയൻ ചില്ലി അങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഓ, അതൊക്കെ എന്നെ കളറല്ല ഞാൻ പറയുന്നത്, ഒനിയൻ ചില്ലി. അത് കാണിച്ചു. ഇത് വേറെ അല്ലേ, ഇത് ഗ്രീൻ അല്ലേ? മുമ്പേ കാണിച്ചത് എന്നാന്ന് പറഞ്ഞാലും ബ്ലൂ ആ. എൻ്റെ നോട്ടത്തിൽ ഇത് സഫയർ ഗ്രീനാ. ഞാൻ ചോദിക്കുന്നവരെല്ലാം എന്നോട് പറയും ഇത് ബ്ലൂ ആണ്, ഇത് സഫയർ ഗ്രീൻ എന്നുള്ള കളറാണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ ഒരു കളറിൻ്റെ മാത്രമേ എപ്പോഴും, പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഒന്ന് കൂട്ടിയാൽ മതി. ഇതാ അയ്യോ, റിഡക്ഷൻ സെയിൽ തീർന്നോ? റിഡക്ഷൻ സെയിൽ ഇനി എന്നാ വരുന്നേ? ഭയങ്കര അന്വേഷണം. നമ്മൾ റിഡക്ഷൻ സെയിൽ അറിയില്ല തീർന്നോന്ന് ചോദിച്ചാലേ, എന്നും ഇങ്ങനെ പുതിയ സാരികൾ വന്ന് ചാടുമ്പം അതിനെ നമുക്ക് ഇറക്കി വിടണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ശരിക്കും എനിക്ക് പോലും അത് മനസ്സിലാവുന്ന കേട്ടോ. നോക്ക് നിങ്ങൾ, എന്നാ രസമാണെന്ന് നോക്കി. ഇതിൻ്റെ കോമ്പിനേഷനും ആ ഒരു ഇതിൻ്റെ പ്രൈസ് ലുക്ക് തോന്നിക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസിൻ്റെ ഒക്കെ ഡബിളാ. സത്യം ഞാൻ പറഞ്ഞതാ. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ അറിവിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ തോന്നുന്നത്? അത് ഇപ്പം ഫോട്ടോ കണ്ടിട്ട് എങ്ങനെ പറയാൻ പറ്റും? നേരെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്ത് കളറാണ് ഇത്, മടുത്തു ഞാൻ. ഇതില്ലേ ഒരു ഗ്രേ ഷെയ്ഡ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തന്നെ ഈ ലൈൻസിന് പകരം വേറൊരു ഡിസൈൻ ആയിരുന്നു ആ സാരി ഞാൻ കാണിച്ചത്. അത് ഫുള്ള് തീർന്നു പോയില്ലേ? തീർന്നു, ഫുൾ സ്റ്റോക്കും തീർന്നെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇതാ മുന്താണി എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ മുന്താണി ഏകദേശം സെയിമാണ്. ബോഡിയുടെ കളർ മാത്രമേ ഉള്ളൂ ചേഞ്ച് ആയിട്ടുള്ളത്. ബ്ലൗസ് സെയിം ബ്രൊക്കേഡ് ബ്ലൗസ്. ഈ റേറ്റിൽ ഈ സാരി ഭയങ്കരമായിട്ട് വർത്താണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോഫ്റ്റ് സിൽക്കാണ്, വീവിങ് ആണ്, ഫങ്ഷൻ വെയറാണ്, പാർട്ടി വെയറാണ്. ഇത് ഫസ്റ്റ് കാണിച്ച സാരിയാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഇതെന്നാന്നറിയോ, ഞാനും ഇത് പറഞ്ഞായിരുന്നു, രണ്ട് സെയിം ആണ്, നല്ല വ്യത്യാസമുണ്ട്. നമ്പർ കൂട്ടിയേ സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ കേട്ടോ. നമ്പറില്ലാതെ സ്ക്രീൻഷോട്ട് അയക്കരുതേ. നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്ര വിലയും അതിൻ്റെ ഇടയിൽ 1, 2 എന്നൊക്കെ എഴുതിയേക്കുന്നില്ല, അതാണ് നമ്പർ. അതും കൂടെ കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഒരു ലെമൺ യെല്ലോ അല്ല, ഒരു മഞ്ഞയുടെ ഒരു കളറും ഇവിടെ ഇട്ട് വരുമ്പോൾ ബ്രിക്കിൻ്റെ ഒരു കളറും.
മുന്താണി എല്ലാത്തിനും കാണിക്കണ്ടല്ലോ, സെയിം മുന്താണി തന്നെയാണ്. ഒറ്റ സാരിയും കൂടെ ഉള്ളൂ. ഇത് മുമ്പേ കണ്ട ലാവണ്ടറിനെ കഴിഞ്ഞ് മുമ്പേ കണ്ടത് ഒരു ഗ്രേ കളർ പോലത്തെ അല്ലേ, ഇതിപ്പോൾ ലാവണ്ടർ, തനി ലാവണ്ടറും ഒനിയൻ്റെ ഒരു ഷെയ്ഡ് ബോർഡറായിട്ട് വരും. മുന്താണിക്ക് ആ ഒരു ഞാൻ ആദ്യം പറഞ്ഞില്ല ഒനിയൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന അത് ബോർഡറായിട്ട് വരും. നല്ല അടിച്ചു പൊളിച്ച് നിൽക്കാം കല്യാണത്തിനൊക്കെ പോകുമ്പോഴും ഉത്സവവും പെരുന്നാളും ഒക്കെ കൂടാൻ പോകുമ്പോഴും. ഞങ്ങളുടെ അക്കരപ്പള്ളിയിലൊക്കെ പെരുന്നാളാകാറായി. അക്കരപ്പള്ളിയിലെ പെരുന്നാൾ വലിയ ഇതാണ്. അവിടെ വേറെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാനിവിടെ ഇന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള, അതായത് ഈ സിമ്പിൾ സാധനങ്ങൾ, സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സാരി. ഇതൊരു കോട്ടൺ ലിനൻ സ്റ്റഫാണേ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫ്രിഞ്ച് നോട്ട് കൊടുത്തിരിക്കുക കണ്ടോ. സൈഡിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഫ്ലോറൽ പ്രിൻ്റ് നിറച്ചും ഫ്രഞ്ച് നോട്ട് കൊടുത്തിരിക്കുക. എന്നിട്ട് ഒരു ചെറിയ സിൽവർ സെറി, ചെറിയത് ഒരു പാർട്ടി ടച്ച് വരുത്താൻ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണിത്. ഇങ്ങനെ ഇരിക്കുന്ന സാരി ഇതുണ്ടല്ലോ, ഈ ഫ്ലോറൽ പ്രിന്റിന് ഒരു ഭയങ്കര ഒരു ഭംഗിയാണ് നമ്മൾ ഉടുത്ത് കഴിയുന്നത് കേട്ടോ. എന്നാ രസം നമുക്ക്. ബോഡി ഈ ഫ്രഞ്ച് നോട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കോട്ടൺ ലിനൻ്റെ സ്റ്റഫും കൂടെയല്ലേ, ലിനൻ മിക്സ് ആയിട്ടുള്ള സ്റ്റഫും കൂടെയല്ലേ. ഇത് സാധാരണ ഒരുമാതിരിപ്പെട്ട ഐറ്റത്തിലൊക്കെ ഒരു കുറച്ച് പാർട്ടി മാത്രമേ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയുള്ളൂ. ഇത് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതാ ഈ ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന സാധനം. ഉണ്ടല്ലോ, ഇത് ഫുള്ള് കൊടുത്തിരിക്കുക, ബോഡി ഫുള്ള് കൊടുത്തിരിക്കുക. നല്ല ബുട്ടീക്ക് ഐറ്റം. 2000 താഴെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇത്ര ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു സാരിയാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ലിനനാണ് മെറ്റീരിയൽ കണ്ടോ. ഇങ്ങനെ ഒരു ഗോൾഡ് സിൽവർ സെറിയൊക്കെ കൂടി വന്നിട്ട് നല്ലൊരു സാൻഡൽ ഷെയ്ഡാണ്. എന്നിട്ട് അതിൽ കൂടെ എല്ലാം പേസ്റ്റൽ ചാർട്ട് വരുന്ന ഫ്ലോറൽസും. ഇപ്പം ബ്ലൂ ആണേലും പിങ്ക് ആണേലും പീച്ച് ആണേലും എല്ലാം അതിൻ്റെ ഒരു പേസ്റ്റൽ കളേഴ്സാണ് വരുന്നത്. മുന്താണി പ്രത്യേകിച്ചില്ല. ഇപ്പോൾ വരുന്ന സാരികൾക്കെല്ലാം ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരിതാ, മുന്താണിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഇതുണ്ടോ, ഇതിങ്ങനെ ഫ്രിഞ്ച് നോട്ട് കൊടുത്തേക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്തിരിക്കുക, കൈകൊണ്ട് ചെയ്യുന്ന ഇത്. ഈ ഫുള്ളത് കൈകൊണ്ട് ചെയ്യുന്നതാണ്. ബ്ലൗസ് വരുമ്പോൾ ദേ പ്ലെയിൻ വന്നിട്ട് ആ ഒരു സിൽവർ സെറി ബോർഡർ. പിസ്താഗ്രീൻ്റെ ഒരു ഭേദം, ഒരു വകഭേദം എന്ന് പറയാം കളറ്. ഇനി അടുത്ത കളറ് 2 കളറേ ഉള്ളൂ, ബാക്കി തീർന്നാണോ? സ്റ്റോക്ക് കുറവാണെങ്കിൽ അത് ഓൺലൈനിൽ കാണിക്കത്തില്ല, അതുകൊണ്ടാവും. 3-4 കളർ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് നല്ലൊരു പീച്ച് പിങ്ക് മിക്സ് ആയിട്ടുള്ളൊരു കളർ. ഡയറ്റേ കൂടെ നോക്ക്, നല്ല രസമാട്ടോ. ഡയറക്റ്റ് കാണുമ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ ഭയങ്കര കംഫർട്ടബിളാണ്, ബോഡിക്ക് ഭയങ്കര. ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂടുകാലത്ത് ഫംഗ്ഷൻ പിന്നൊന്നും പോകുമ്പോൾ ഒന്നും കൊടുക്കാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടുണ്ട. ചർച്ച് വെയറായിട്ടോ, ടെമ്പിൾ വെയറായിട്ടോ, കല്യാണം വെയറായിട്ടോ, അയ്യോ ചളി ഞാൻ തന്നെ പറയും, ഞാൻ തന്നെ ചിരിക്കും. മതിയാ? അയ്യേ, എൻ്റെ ബ്ലൗസ് ഒന്ന് കാണിക്കട്ടെ. ഇത് കൊള്ളാമല്ലോ. മതിയെന്ന് എന്ത് മതിയെന്ന്. ഇതിൻ്റെ ബ്ലൗസില്ലേ? അയ്യോ, ഇതിൻ്റെ ബ്ലൗസേലും കയ്യേൽ ഇതുണ്ട് കേട്ടോ. അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പുറത്തെ വശം കാണിച്ചേ, കയ്യേൽ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മതി അങ്ങനെ പറയുന്ന ആരായിരുന്നെന്നറിയോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ മൂത്ത മോന് കൊടുക്കുമ്പോൾ, ചോറൊക്കെ കൊടുക്കുമ്പോൾ ചെറുതിലേ ഇങ്ങനെ ഉപയോഗിച്ച ബതി ഇതുണ്ടോ. എനിക്കൊത്തിരി ക്രീം ഷെയ്ഡ് ആരാധകരുണ്ട്, എനിക്ക് ചേരുന്ന കുറേ പേര്. കാരണം എനിക്ക് ഈ ക്രീമിൻ്റെ അറ്റത്ത് ഡാർക്ക് കളർ വരുന്നതിനോട് എപ്പോഴും ഒരു ഭ്രാന്താണ്. അങ്ങനെ അതിന് ചേരുന്ന കുറേ കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. ഭ്രാന്തുള്ളതാ. അതിനൊന്നും ഇപ്പം നിങ്ങൾക്കില്ലല്ലേ? സമ്മതിക്കത്തില്ല ആരും, മറ്റുള്ളവരാരും മറ്റുള്ളവർ സമ്മതിക്കാറില്ല. എന്നിട്ടേ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ പർച്ചേസിലും കുറച്ച്
ഭാഗമെങ്കിലും ക്രീമിൻ്റെ അടുത്ത് വേറെ കളറുള്ളത് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. സെമി ടെസറാണ് മെറ്റീരിയൽ. ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന സാധനം പ്രിൻ്റ് അല്ല, എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന. സൂം ചെയ്ത് കാണിച്ചേ. ക്രീമിൽ ഒരു നല്ല മെറൂൺ ഷെയ്ഡ്, എന്നിട്ട് ഓൾ ഓവർ ബോഡി ബൂട്ടാസ്. സിമ്പിൾ സാരി ആണെങ്കിലും നല്ല ഫങ്ഷൻ വെയറാണ്. മുന്താണി വരുമ്പോൾ ദേണ്ട ഇങ്ങനെ വരും. അതിൻ്റെ അറ്റത്തേക്ക് വന്നിരിക്കുന്ന ഈ ലൈൻസാണ് ബ്ലൗസ്. നല്ല സാരിയാണ്. നമ്മുടെ സെമി ടെസർ ഫുൾ ബോഡി ഇങ്ങനെ ബൂട്ടായുണ്ട്. അതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ ബ്ലാക്ക് സെമി ടെസർ ആട്ടോ മെറ്റീരിയൽ. നല്ല രസമല്ലേ ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളാണ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. ഇതാ കൂടെ ഇട്ട് കാണിക്കണം, തലമുട്ടി കാണിക്കും. അങ്ങനെ ബ്ലൗസ് ആ ലൈൻസ് ഉള്ളത്. ഇപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ ലൈൻസിൻ്റെ കളർ ബ്ലാക്ക് ആവും. ബ്ലാക്ക് അല്ല, ഒരു ഗ്രേഷ് കളർ. ഇതിൽ ബ്ലാക്കും മെറൂണും എല്ലാം ഉണ്ട്, ബ്ലാക്ക് മാത്രമല്ല. ഇനി ഒരു പൊടിക്ക് ഒരു നാമമാത്രമായിട്ടുള്ള ചുരിദാർ സെറ്റ് കാണിക്കും. എനിക്ക് ചുരിദാർ സെറ്റ് കാണിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടുകയില്ലാത്ത. ഞാൻ പ്രതിജ്ഞ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്ന് ചുരിദാർ സെറ്റ് കുർത്തി എന്തെങ്കിലും ഒരു സാധനം വീഡിയോയുടെ കൂടെ കാണിക്കുന്ന തീരുമാനം എടുത്തിരിക്കുക. കാരണം എൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ പരാതികൾ അത്രയ്ക്കാണ് ഞാൻ ഈ ഓൺലൈനിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. നോക്ക്, അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെഡില്ലേ, ക്രിസ്മസിന് നമ്മളൊത്തിരി റെഡ് വിറ്റതാ, പക്ഷെ അതുമായിട്ടൊരു ബന്ധവുമില്ല. ഈ റെഡ് എന്ന് പറയുന്നത് നല്ല പക്ക പാർട്ടി വെയർ റെഡ് ചുരിദാറാണ്. ആരെ കണ്ടാലും ഇഷ്ടപ്പെടും. കാരണം ബ്ലൂമിങ് ജോർജറ്റാണ് മെറ്റീരിയൽ. എന്നിട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കുക. ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പില്ലേ നല്ല ഹെവിയാണ്. കാരണം മൊത്തം സ്റ്റോൺസാണ്. സ്റ്റോൺസ് കൊണ്ട് എംബ്രോയ്ഡറി വർക്കിൽ സ്റ്റോൺസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഹാൻഡ് വർക്ക്. അത് ദാമൻ പോർഷനിൽ നെക്ക് വരുന്നുണ്ടോ. നല്ല ഇത് കറക്റ്റ് കളറാണോ വീഡിയോയിൽ കിട്ടുന്നത്? ഏറെക്കുറെ നല്ലൊരു കളറാണ് കേട്ടോ. ഇത് ബണ്ടിൽ കണക്കിന് ഞങ്ങൾക്ക് വന്നാൽ പെട്ടെന്ന് തീർന്നു പോകും. നല്ല ബ്ലൂമിങ് ജോർജറ്റയിലാണ്, ഫുള്ള് ഹാൻഡ് വർക്കാണ്. നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാലും. ഇത് വരും മുന്താണിയല്ലല്ലോ, എൻ്റെ പേരെന്നെ ദുപ്പട്ട കണ്ടോ. അതും ഈ പറഞ്ഞ പോലെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. അതിൻ്റെ ഫുള്ള് ബോഡിയിൽ ഇങ്ങനെ ബൂട്ട പോലെ ചെയ്തിരിക്കുക. ബ്ലൗസ് അല്ല, ബോട്ടം സാൻഡോൺ സെയിം റെഡ് തന്നെ. നല്ല രസമല്ലേ. ഇത് ഈ ഒരു ബൂട്ടാസ് ഇല്ലേ, അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്ക് പ്ലെയിൻ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ചൂടുകാലമൊക്കെ അല്ലേ വരുന്നത്. ജയ്പൂർ കോട്ടൻ്റെ നല്ലൊരു വളരെ കുറച്ച് പിശുക്കി കാണിക്കുന്ന പോലെയുള്ളൊരു എന്നുവെച്ചാൽ ജയ്പൂർ കോട്ടൻ്റെ നല്ല ചുരിദാർ സെറ്റ്. സിമ്പിളാണ്, എലഗൻ്റാണ്, ക്ലാസ്സാണ്, കംഫർട്ടബിളാണ്. ഇനി ഇതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? എന്നെ എല്ലാവരും കൂടെ കളിയാക്കുമായിരിക്കും അല്ലേ, എന്തൊക്കെയാ പറയുന്നതെന്ന് വെച്ചിട്ട്. ഇതാണ് ബോഡി കേട്ടോ, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണേ. ഇങ്ങനെ വരും ബോഡി. ഇതാണ് ബോട്ടം. ബോഡി ഇങ്ങനെ, ബോട്ടം ഇങ്ങനെ. പിന്നെ അതിൻ്റെ ഷോൾഡർ തേണ്ട ഇങ്ങനെ. എല്ലാവർക്കും ഇഷ്ടമാവും, ആർക്കും അതിനകത്ത് ഒരു ഇഷ്ടക്കേട് വരുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം നല്ല സിമ്പിളാണ്, എലഗൻ്റ് ആയിട്ടുള്ള ഷോളും എല്ലാം കൂടെ നല്ല ഭംഗിയാണ്. ഷോളയിൽ ഒരിച്ചിരി ഡിസൈൻസ് കൂടുതലുണ്ട്. കാരണം ടോപ്പേ നിറച്ചും ടോപ്പ് കണ്ടോ പ്ലെയിൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മാംഗോ ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. ബോട്ടത്തെ ഫുൾ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ബോട്ടത്തിൻ്റെ ആ സെയിം ഡിസൈൻ ഷോളിൻ്റെ ഒരു കുറച്ച് പാട്ട് വന്നിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയാൽ വൺ സൈഡ് ആയിട്ട് ഇടണേലും ഇങ്ങനെ കഴുത്തെ കൂടി ഇടണേലും എങ്ങനെ ഇട്ടാലും അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇനിയുള്ള സമയം ഒരു മാർച്ച് തീരുന്നോടം വരെ, ഏപ്രിൽ വരെയൊക്കെ നമ്മുടെ ചൂടുകാലമൊക്കെ ഒന്ന് കടത്തി വിടണ്ടേ. പിന്നെ ജയ്പൂർ കോട്ടൺ ആണ്, അതിൻ്റേതായ മെച്ചവും സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഇടുമ്പോഴും കിട്ടും. കണ്ടാൽ സ്റ്റഫ് നല്ലതാണെങ്കിൽ നമുക്ക്
ഏത് സാധനമാണെങ്കിലും അതിൻ്റെ സ്റ്റഫിനൊരിതുണ്ട്, നമ്മുടെ മുഖത്തേക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അടിക്കുമ്പോഴേ. ഇതും ജയ്പൂർ കോട്ടൺ തന്നെ, ഇങ്ങനെ ഇരിക്കും ഫുൾ ബോഡി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കണ്ടാലുണ്ടല്ലോ ഒന്നും തോന്നുകയല്ല, സാധാ ഒരു കോട്ടൺ തുണി എന്ന് വെച്ച് ചിലരുടെ എങ്കിലും മനസ്സിൽ പോകുള്ളൂ ഇങ്ങനെ ചുമ്മാ. പക്ഷേ ഉണ്ടല്ലോ ഇത് തയ്ച്ച് നല്ല ഭംഗിയായിട്ടിട്ടേ നിങ്ങൾക്ക് വേറൊരു ഭയങ്കര ഗെറ്റപ്പ് ഫീൽ ചെയ്യും. എങ്ങനെയാണെന്ന് എല്ലാവരുടെയും മനസ്സിലെ ഐഡിയ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ. ഇത് ബ്ലൗസല്ല, ഇനി പറയുന്ന വേദന ബോട്ടം. ഇത് പിന്നെ ബോട്ടമാണ് വരുന്നത്, ബ്ലൗസ് തന്നെയാണ് വരുന്നത്, ബോട്ടം. ഇത് നല്ലൊരു യെല്ലോയും ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഷോള് വരുമ്പോഴത്തേനും കണ്ടോ, ആ ബോട്ടത്തിൻ്റെ സെയിം ഷോള് ബോട്ടത്തിൻ്റെ ഇവിടെ വരും, ഇതിൻ്റെ ടോപ്പിൻ്റെ ഭാഗം ദാമൻ സൈഡിലും വരും. അതാണ് ഷോള്. ഞാൻ മടിച്ചായിട്ടൊന്നും അല്ല ഞാനിങ്ങനെ ഇരുന്നോണ്ട് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നിൽക്കാൻ മടിച്ചായിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ കാണിക്കുന്നത്. ഇപ്പം എൻ്റെ കടയുടെ കാര്യത്തിൽ ഞാൻ മടിച്ചേ അല്ല. നിങ്ങൾ ഉദാസീനരാകരുത്. ഇത് കാണിച്ചല്ലേ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏത് മേഖല, വീട്ടിലിപ്പം ഭാര്യയായിട്ടാണേലും അമ്മയായിട്ടാണേലും ആരായിട്ടാണേലും കർമ്മമാണ് ഏറ്റവും വലിയ ദൈവം എന്നല്ലേ പറയുക. വേറൊരു പ്രിൻ്റ്. അത് ഈ ലൈറ്റ് ഷെയ്ഡ് ഇടുന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കൈയുടെ ഭാഗത്തൊക്കെ ഈ ഒരു ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസം. ആ ഒരു പീച്ച് ഷെയ്ഡ് കൈയുടെ അങ്ങോട്ട് വരും. ഇത്ര മുഴുവൻ ഒരു മാംഗോ പ്രിൻ്റ്. ഇനി ബ്ലൗസ് അല്ല, പിന്നെയും ബ്ലൗസ്. എന്താ ബോട്ടം ഇങ്ങനെ. ബോട്ടത്തിന് ചെറിയ പ്രിൻ്റാണ്, മറ്റേത് നിറച്ചും പ്രിൻ്റ് ആയതുകൊണ്ട് ബോട്ടത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇച്ചിരി പ്രിൻ്റാണ്. ഇച്ചിരി കുറേ ശകലമേ ഉള്ളേ. എന്നാ ഭാഷയൊക്കെയാണോ പറയുന്നത്. മുന്താണിയല്ല, ദുപ്പട്ട. സാരി കാണിച്ച് ഇപ്പൊ സാരിയുടെ കാര്യങ്ങൾ വായി വരും. നല്ല ദുപ്പട്ട കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ്, ഒതുങ്ങിക്കിടക്കും. ഏത് ഏജിലുള്ളവർക്കും ഇടാം. പിന്നെ ഈ പറഞ്ഞിട്ട് ഇച്ചിരി ഏജ് ഒന്നും ഇപ്പം നോക്കരുത്. ഞാൻ പറഞ്ഞിട്ട് ട്രിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ചുരിദാറൊക്കെ ഇടാവുള്ളൂ. ഈ പ്രായമായ അമ്മമാരൊക്കെ ചിലയിടത്തൊക്കെ അയ്യോ എൻ്റെ ദൈവമേ, ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ അതുങ്ങൾ സാരി മറിച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ പാവം തോന്നും. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയൊന്നും ജീവിതത്തിൽ ചുരിദാർ ഇട്ടിട്ടില്ല. എൻ്റെ അമ്മയൊക്കെ ധാവണി അങ്ങനത്തെ സാധനം കഴിഞ്ഞ് പിന്നെ സാരിയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ചുരിദാറാക്കാനൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് അരക്കുളമുണ്ടപ്പോൾ എനിക്കൊന്നും, കാരണം എന്ത് സുഖമാണ്. മറ്റേത് ഈ 5 മീറ്റർ 5.5 മീറ്റർ തുണിയും ചുമന്ന് മറ്റേ സാമ്പ്രാണിക്കൊടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തില്ലേ വെള്ളത്തിൽ, അതിനകത്തൊക്കെ പോകുമ്പോൾ സാരി കൊടുത്ത് നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തൊരു പാടാന്നൊന്ന് ഓർത്ത് നോക്കി അല്ലേ. എന്നിട്ട് എന്തിനാ സാരി കൊടുക്കുന്നതെന്നാണ് എന്നോട് ചോദിക്കുന്നത്. എല്ലാവർക്കും സാരി സൗന്ദര്യമോ, അത് വേറെ കാര്യം. രണ്ടും പറയും. അടുത്തത് ഇത് മുമ്പേ കാണിച്ചതായിട്ട് സാമ്യമുണ്ടോ? മുന്നേ ഇന്നൊന്നും ഇങ്ങനെ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നല്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്കറിയാം. മറ്റേത് പച്ചയായിരുന്നു, ഇത് പിങ്കാ. മനസ്സിലായോ? ഇത് പിങ്ക്. മുംബൈൻ്റെ ഇവിടുത്തെ ഈ പിങ്കിൻ്റെ സ്ഥാനത്ത് ഗ്രീൻ ആയിരുന്നു. അതേ ഉള്ളൂ, കളർ ചേഞ്ച് മാത്രം വ്യത്യാസം. ഷോള് കാണിച്ചു. അതാരാ ഇപ്പം അങ്ങനെ ഒരു ഹോയ് വെച്ചത്? അയ്യോ, എന്നെ കമൻ്റ് അടിക്കുക, എന്നെ കളിയാക്കുക, ഇതൊക്കെയാണ് ഇവിടെ കുറച്ച് പേരുടെ വിനോദങ്ങൾ. ഇപ്പൊ ചീത്ത വിളിച്ചാലും വിളിച്ചോണ്ട് നിൽക്കുന്ന സ്റ്റാഫാ. സത്യം ഞാൻ പറയാം. ഞാൻ നല്ല കളിച്ചു തുള്ളി വല്ലതൊക്കെ പറയുമ്പോഴത്തേക്ക് ചിരിക്കുവാ. അതെന്നെ കളിയാൻ എനിക്കറിയത്തില്ല. ഞാൻ പറയും നാണമില്ലാത്തതൊക്കെ എന്നെ പറയാനാണ്. അയ്യോ, അങ്ങനെയൊന്നും പറയുന്നത്. എൻ്റെ സ്വന്തം എൻ്റെ ഫാമിലി എന്ന് പറയുന്ന അവരെയല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബന്ധുക്കളെ, സ്വന്തക്കാരെ, എൻ്റെ മാതാപിതാക്കളെ ഒക്കെ കാണുന്നതിലും കൂടുതൽ ഞാൻ അവരെയല്ലേ കണ്ടുകൊണ്ടിരിക്കുക. അവരെൻ്റെ ഫാമിലി തന്നെയല്ലേ. അപ്പം എന്താ, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.